നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2025 ഫെബ്രുവരി 22 കഴിയുന്നതോടുകൂടി തന്നെ ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഐശ്വര്യങ്ങളാണ് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. ജ്യോതിശാസ്ത്രപ്രകാരം വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു കാലഘട്ടമാണ്. ഈ നക്ഷത്രക്കാർ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങളാണ് ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇത് തന്നെ ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക. എന്ത് തന്നെയാലും ഈ പൂജ കൊണ്ട് നിങ്ങൾ നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. ഏത് തന്നെയും വളരെയധികം സൗഭാഗ്യവും ജീവിതത്തിൽ വെച്ചടി ഉയർച്ചയും രാജയോഗങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതിയാണ്. അശ്വതി നക്ഷത്രം ജനിച്ചിട്ടുള്ളവർ ബുദ്ധിശാലികളായിരിക്കും. ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഇവരെ ജീവിതത്തിൽ വിജയികളാക്കി തീർക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വരുന്ന കാലഘട്ടങ്ങളിൽ ഇവർക്ക് അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇനി അങ്ങോട്ട് വിജയത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൂർണ്ണ ആധിപത്യത്തിൻ്റെയൊക്കെ സമയമാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുടുംബ ദേവീദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടൊക്കെ നിങ്ങൾ നടത്തുക. അത് നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും കാരണമായി തീരുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഈ ഭരണിയിൽ നക്ഷത്രക്കാരായി ജനിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ ഏറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന സമയമാണ്. ഈ തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. ശത്രുവിന് മേൽ വിജയങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ കേസുകളോ വഴക്കുകളോ ഒക്കെ അകപ്പെട്ട് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ കേസിൽ നിന്ന് നിങ്ങൾക്ക് മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. സമസ്ത മേഖലകളിലും വിജയങ്ങളും വലിയ മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ ഉണ്ടായി കിട്ടുന്നൊരു സമയമൊക്കെയാണ്. ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളൊക്കെ ഈ സമയങ്ങളുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായും ദുഃഖിതരാവേണ്ട കാര്യങ്ങളില്ല. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, ജീവിതത്തിൽ പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ തക്കതായിട്ടുള്ള ഐശ്വര്യവും ജീവിത വിജയങ്ങളും ഉയർച്ചകളും നിങ്ങൾക്ക് കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അടുത്ത കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റി നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയോടുകൂടിയുള്ള ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കൈവരുന്നതായിരിക്കും. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലെ പ്രയാസങ്ങളൊക്കെ മാറി ഇനി അങ്ങോട്ട് ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ സമയമാണ്. ഗ്രഹനിർമ്മാണം നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. ടെൻഷനുകൾ ഒഴിവായി കിട്ടുന്നതായിരിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ കിട്ടുന്നതായിരിക്കും. എന്ത് തന്നെയാലും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളുമാണ് നിങ്ങൾക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുവാൻ പോകുന്നത്. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ പോലും കൊതിക്കുന്ന ഏത് കാര്യങ്ങളായിക്കോട്ടെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിഷ്പ്രയാസം ഈ കാലഘട്ടങ്ങളിൽ നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. ഈ മകം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സ്വർഗ്ഗതുല്യമായിട്ടുള്ളൊരു സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. നിങ്ങൾക്ക് കടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഈ നക്ഷത്ര ജാതകർ ഒരു ലോട്ടറി എടുത്താൽ പോലും ഭാഗ്യം തുണയ്ക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുകയും ചെയ്യുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നേടിയെടുത്ത് വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കെട്ടിപ്പടുത്തി ഉയർത്തുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ മകം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരുടെ മക്കൾക്ക് നല്ല ജോലി കിട്ടുന്നതായിരിക്കും. വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ആ വിവാഹ തടസ്സങ്ങൾ മാറി മക്കൾക്ക് മംഗല്യം നടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ വലിയ ഉയർച്ചയിലേക്കും ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരുവാനും കഴിയുന്നതായിരിക്കും. എല്ലാവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ
വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് ഗണപതിക്ക് നാളികേരം ഉടച്ച് നിങ്ങൾ സമർപ്പിക്കുക. നിങ്ങളുടെ വിഘ്നങ്ങളൊക്കെ ഉറപ്പായും മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഈശ്വര കാര്യങ്ങൾക്ക് വളരെയധികം മുൻഗണന കൊടുക്കുക. ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്ര ജാതകർക്ക് കാര്യവിജയവും സന്താന സൗഭാഗ്യവും ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ വരുമാന മേഖലകൾ വർദ്ധിക്കുന്നതായിരിക്കും. ഒന്നിൽ കൂടുതൽ വരുമാന മേഖലകളിൽ നിന്നും വന്നു ചേരുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കും. കടം കൊടുത്ത പൈസകൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയങ്ങളിൽ കിട്ടുന്നതായിരിക്കും. എന്ത് തന്നെയും ജീവിതത്തിൽ ഒത്തിരി സന്തോഷങ്ങളും കാര്യവിജയങ്ങളും ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായി കിട്ടുക തന്നെ ചെയ്യുന്നതായിരിക്കും. എല്ലാവിധമായിട്ടുള്ള സൗഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും നിങ്ങൾക്ക് കെട്ടിപ്പടുത്തി ഉയർത്തുവാനും ഈ സമയം വളരെയേറെ ഗുണകരമായിട്ടുള്ള സമയമാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളെല്ലാം പൂർണ്ണമായും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ്. വ്യാപാര മേഖലകളിൽ നല്ല രീതിയിലുള്ള പുരോഗതി കൈവരിക്കുവാൻ അത്തം നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന കടങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റി നല്ല രീതിയിലുള്ള ഉയർച്ചയും ഉന്നതികളും ജീവിത വിജയങ്ങളും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും. ഈ നക്ഷത്ര ജാതകർ ദുർഗാ ക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പോയി ദുർഗാദേവിക്ക് മഞ്ഞപ്പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വളരെയേറെ ഐശ്വര്യങ്ങളും കാര്യവിജയങ്ങളും ഉണ്ടായി കിട്ടുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശാഖം നക്ഷത്ര ജാതകർക്കും മനസ്സിലെ പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ കീർത്തി വർദ്ധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഈ സമയം നിങ്ങൾക്ക് കാഴ്ചവെക്കുവാൻ കഴിയും. നിങ്ങളുടെ വ്യാപാരങ്ങളും വ്യവസായങ്ങളും ഇരട്ടിയിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. സ്വപ്നം കണ്ടതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ്. വിശാഖം നക്ഷത്രക്കാരുള്ള കുടുംബങ്ങളിൽ സർവ്വ ഐശ്വര്യങ്ങളും ഈശാനുഗ്രഹങ്ങളും ചൈതന്യങ്ങളും വന്നു ചേർന്ന് നിങ്ങൾക്ക് ധാരാളം മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഈ സമയം വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമൊക്കെയാണ്. തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ ഈ സമയം കൊണ്ടുവരുന്നതായിരിക്കും. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. അനിഴം നക്ഷത്ര ജാതകർക്കും ദുഃഖ ദുരിതങ്ങളെല്ലാം വെടിഞ്ഞ് നല്ല രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങൾ വന്നു ചേരുന്ന സമയവും കാലഘട്ടവുമാണ്. നിങ്ങളുടെ മനസ്സിലെ ദുരിത കാലഘട്ടങ്ങൾക്കെല്ലാം അസ്തമയം ഉണ്ടാവുന്നതാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഉദിക്കുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ്. ദീർഘനാളത്തെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള ദുഃഖങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. എല്ലാ മേഖലകളിലും ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നേടിയെടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റത്തിലേക്ക് ഈ നക്ഷത്ര ജാതകർക്ക് എത്തിച്ചേരുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് തൃക്കേട നക്ഷത്രക്കാരാണ്. തൃക്കേട നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ ദുരിത സങ്കടങ്ങളെല്ലാം മാറുന്നതായിരിക്കും. നിങ്ങൾക്കിനി സാമ്പത്തിക അഭിവൃദ്ധിയും സാമ്പത്തിക ഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധിയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറുവാനും ഒരുപാട് ധനങ്ങൾ ആർജിക്കുവാനും കഴിയുന്ന സമയമാണ്. ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കുടുംബത്തും നിങ്ങളുടെ മക്കൾക്കൊക്കെ ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും വിജയങ്ങളും ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നൊരു കാലഘട്ടമാണ്. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യുന്നതാണ്.